ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മ സീക്രട്ട് റെസിപ്പിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കുട്ടികളുടെ ഫേവറേറ്റ് ആയ കുക്കീസ് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇന്നിവിടെ കാണിക്കുന്നത്. ഇതിന് ഓവൻ ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടിലെ നല്ല അടപ്പുള്ള ഏതു പാത്രത്തിൽ വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കി എടുക്കാം. കുക്കീസ് പല തരത്തിലുണ്ട്. ഇന്ന് ഞങ്ങൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് ലൈം കോക്കനട്ട് കുക്കീസ് ആണ്. ഇതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ 125 ഗ്രാം സാൾട്ടഡ് ബട്ടറും 140 ഗ്രാം ബ്രൗൺ ഷുഗറും 80 ഗ്രാം റോൾഡ് ഓട്സും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് 45 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. 185 ഗ്രാം ഓൾ പർപ്പസ് ഫ്ലോറും 2 ടേബിൾ സ്പൂൺ ലൈം സെസ്റ്റ് ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ കുക്കീസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ്, 2 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസും 1.5 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1 എഗ്ഗും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ആദ്യം നമുക്ക് ഇതിന് വേണ്ടുന്ന പാൻ ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ഒരു തട്ട് വെച്ച് കൊടുത്ത് ഇത് 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം അടച്ചു വെക്കാന്. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് ഇതിന് വേണ്ടുന്ന മാവ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. ആദ്യം നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് മിക്സ് ആയി കിട്ടും. ഫുഡ് പ്രോസസർ കയ്യിലുള്ളവർക്ക് അതിൽ വേണമെങ്കിലും ഇത് മിക്സ് ചെയ്തെടുക്കാം. ജാറിലേക്ക് മൊത്തം ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുത്ത് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. അല്ലാതെ ഇത് നല്ലതായിട്ട് അരയേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മാത്രം മതി. ഇതിപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇവിടെ കുക്കീസ് തയ്യാറാക്കി എടുക്കുന്നത് ഇതുപോലെ ഒരു കേക്ക് ടിന്നിലാണ്. കേക്ക് ടിന്ന് വേണമെന്നൊന്നുമില്ല, നമ്മുടെ വീട്ടിലെ സ്റ്റീൽ പ്ലേറ്റ് ആയാലും മതി. ഇതിന്റെ മുകളിലോട്ട് കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓൾ പർപ്പസ് ഫ്ലോറും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് തട്ടിയെടുക്കാം. ഈ മാവ് ചെറിയ ഉരുളയാക്കി എടുത്ത് നമ്മുടെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇങ്ങനെ ബാക്കിയെല്ലാം ഇതിലേക്കൊന്ന് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ടിന്ന് പാനിലേക്ക് വെക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ട് ഇത് 20 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിരുന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുക്കീസ് ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇതിപ്പോ ബ്രൗൺ കളർ ആയില്ലെങ്കിൽ കുറച്ച് സമയം കൂടി അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്താൽ മതി. ഇത് വയർ റാക്കിലോട്ട് തണുക്കാൻ വെച്ച ശേഷം സെർവ് ചെയ്യാം.